ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ 5 റഫേലുകൾ അടിച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ നമ്മൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ വരെ കണ്ടു. പല സ്ഥലത്തും പാകിസ്ഥാൻ അത് ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ 5 റഫേൽ അവർ അടിച്ചിട്ടു എന്നൊക്കെ. 5 റഫേലാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ 7 ആണെന്ന് പറഞ്ഞു, പിന്നെ 7 അല്ല 9 അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ അതെ 9 ആണ് എന്ന് പറഞ്ഞു. എത്രയാണെന്ന് അവർക്ക് തന്നെ ആദ്യം ഒരു തീരുമാനമില്ല. എന്തായാലും സ്വന്തം നാട്ടിലിരുന്ന് തള്ളുന്നത് പോലെ അല്ല CNN ചാനലിൽ വന്നിരുന്ന് തള്ളുന്നതെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് അന്ന് തന്നെ മനസ്സിലായതാണ്. അവിടെ വന്നിരുന്നതിനെ പോലെ റഫേൽ അടിച്ചിട്ടു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവതാരിക ചോദിച്ചു തെളിവ് എവിടെ എന്ന് ചോദിച്ചു. തെളിവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഔദ്യോഗിക ഹാൻഡിൽസ് എന്നുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ കാണിക്കാനില്ലാത്ത ഖ്വാജ ആസിഫ് ഇറ്റ്സ് ഓൾ ഓവർ ദ സോഷ്യൽ മീഡിയ, ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്, കണ്ടില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം പരിഹാസനായിരുന്നു, നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ത്യയുടെ റഫേലുകളുടെ തകർന്ന അവശിഷ്ടങ്ങൾ പാകിസ്ഥാനിൽ വീണ് കിടക്കുന്നതായിട്ടുള്ള ഹൈപ്പർ റിയലിസ്റ്റിക് AI ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അത് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഈ ഹൈപ്പർ റിയലിസ്റ്റിക് AI ദൃശ്യങ്ങൾ സൃഷ്ടിച്ചത്? അതെന്തായാലും പാക്കികളാകാനുള്ള തരമില്ല, അതിനുള്ള ബുദ്ധിയൊന്നും അവർക്കില്ല. പിന്നെ അവരെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ആരായിരിക്കും? മറ്റാരോ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അതാരായിരിക്കും? അതത് ചൈനയിലെ ബീജിങ്ങിൽ നിന്ന് വന്നതാണെന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് ഇപ്പോൾ ഒരു US റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മാസങ്ങൾ മുമ്പൊന്ന് റീവൈൻഡ് ചെയ്യാം. 2025 ഏപ്രിൽ 26 കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ 26 നിരപരാധികളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ മറുപടി മെയ് മാസത്തിൽ അതിവേഗം എത്തി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ രൂപത്തിൽ അതിർത്തിക്കപ്പുറത്തുള്ള ഭീകരതാവളങ്ങൾ, പാക് സൈനിക പോസ്റ്റുകൾ, വ്യോമത്താവളങ്ങൾ ഇന്ത്യ തകർക്കുന്നു. 5 പാകിസ്ഥാൻ ജെറ്റുകളും ഒരു പ്രതിരോധ സംവിധാനങ്ങളും തകർത്തതായി എയർ മാർഷൽ AP സിംഗ് പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിഭ്രാന്തിക്കിടെ പാകിസ്ഥാനിൽ അവരുടെ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒറ്റ രാത്രി കൊണ്ട് 6% ഇടിഞ്ഞു. ഇവിടെയാണ് ചൈന ഈ തറവേലയുമായി രംഗത്ത് വന്നതെന്നാണ് US ചൈന സാമ്പത്തിക സുരക്ഷാ റിവ്യൂ കമ്മീഷന്റെ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് അവർ നഖശിതാന്തം ചൈനയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിലൊരു തറ വേല കാണിച്ചതിന്. അവർ വ്യാജ അക്കൗണ്ടുകളും, അതായത് ചൈന വ്യാജ അക്കൗണ്ടുകളും AI നിർമ്മിത അവശിഷ്ട ചിത്രങ്ങളും ഉപയോഗിച്ച് ഈ നുണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പാക്കിന്റെ ചൈനീസ് ആയുധങ്ങൾ റഫേലുകളെ തകർത്തു എന്നൊരു വലിയ നുണ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ പ്രചരിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള റഫേലിന്റെ തിളക്കം കുറച്ച് അവരുടെ J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിൽക്കുക, അതോടൊപ്പം ഏറ്റുമുട്ടലിൽ അവരുടെ ആയുധങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം മുഖം മിനുക്കുക അല്ലെങ്കിൽ മുഖം രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയായിരുന്നു ഇതിന്റെ പിന്നിൽ. ചൈന കാണിച്ച ഈ തറപ്പണിക്ക് ഒരു ഫ്രീക്ക് പേരൊക്കെ ഉണ്ട്. ഗ്രേ സോൺ സ്ട്രാറ്റജി, ഗ്രേ സോൺ തന്ത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലില്ലാതെ ഭൗമരാഷ്ട്രീയ ഫലങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു തന്ത്രമാണിത്. ചൈനീസ് പ്രതിരോധ സ്റ്റോക്കുകൾ ആദ്യകാലത്തെ പ്രചാരണത്തിൽ ഉയർന്നെങ്കിലും വെടിനിർത്തലിന് ശേഷം സത്യങ്ങൾ പുറത്തു വന്നതോടെ 9% ഇടിഞ്ഞു. നമുക്കറിയാം, വെടിനിർത്തലിന് ശേഷം ചൈനയുടെ മിസൈലുകൾ ഇന്ത്യക്കുള്ളിൽ വീണ് കിടക്കുന്നത്, അതായത് ഇന്ത്യ അടിച്ചിട്ട ചൈനയുടെ മിസൈലുകളെല്ലാം തന്നെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതേസമയം പാകിസ്ഥാന് ഒരു ദൃശ്യങ്ങൾ പോലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ത്യയുടെ മിസൈലുകളെ അടിച്ചിട്ടതായി ഒരു സ്ഥിരീകരണവും അവർക്ക് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ചൈനയുടെ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ 9% ഇടിവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.